ഹായ് എവരി വൺ. നമുക്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസുകളും ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 23,000 മേ ബി റിസൾട്ട് HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമെന്ന്. എക്സാക്ട് ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർലി ഒരു 1:45 2 o'clock ഒക്കെ ആയ സമയത്ത് മാർക്കറ്റ് അവിടെ നിന്ന് നല്ല രീതിയിലൊരു റാലി തന്നിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിൽ നിങ്ങൾ നോക്കിയാലും ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴേക്കും HDFC ബാങ്കിലും അപ്സൈഡിലേക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റിൽ ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നിയർ ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. 23,100 സപ്പോർട്ട് എടുത്തിട്ട് നല്ല രീതിയിലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ മൂവ് ചെയ്തിട്ടുണ്ട്. 23,270 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുപോലെ ഒരു 1 hour നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒരു ചെറിയ പുൾ ബാക്ക് തന്നിട്ടുള്ളത്. എക്സാക്ട് ഇവിടെ നോക്കുവാണെങ്കിലും അതുപോലൊരു ട്രാപ്പ് തന്നതിന് ശേഷം ആ ഒരു ലോയിന് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോഴും അപ്സൈഡ് പൊട്ടൻഷ്യലിൽ മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഷോർട്ട് ടൈം ചെറിയൊരു പുൾ ബാക്ക് കണ്ടെന്നുണ്ടെങ്കിലും അതൊരു ബൈങ് സിഗ്നലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകൾ ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എടുക്കാം. ഈവൻ ഡൗൺ സൈഡിലേക്കാണെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ട്രേഡുകൾ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹെഡ്ജിങ് റിലേറ്റഡ് സ്ട്രാറ്റജികളായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നാളെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 23,100 ആയിരിക്കാം. അതേപോലെ അപ്സൈഡിലെ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഒരു 23,320 ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഈവൻ രാവിലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ 320 മാർക്കറ്റ് എത്തുവാണെങ്കിൽ മേ ബി അവിടുന്ന് ചെറിയൊരു ഡൗൺ സൈഡ് വന്നിട്ടായിരിക്കും പിന്നെയും ഒരു അപ്സൈഡ് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പം ഗ്യാപ്പ് അപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് പോയിട്ട് ബൈ ട്രേഡുകൾ എടുക്കാതെ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം മാർക്കറ്റിൽ ട്രേഡുകൾ പ്ലേസ് ചെയ്യാൻ നോക്കുക.